ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ബേക്കൽ ഫെസ്റ്റാണ് കേട്ടോ. കുറേ ദിവസമായി തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്നാണ് പോയത്. ഇന്നലെയാണ് കേട്ടോ. ഞാൻ ഇന്നാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ ക്രിസ്മസ് ദിനത്തിൽ 25th ഞാൻ പോയത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു 3 മണി 3:30 അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ മുമ്പ് ഫെസ്റ്റിന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ തന്നെ ഇങ്ങനെ ആളുകളുടെ പ്രവാഹം തന്നെയായിരുന്നു കേട്ടോ. നേരെ മറിച്ച് ഇപ്പോൾ പോകുന്ന ഈ ഒരു ടൈമിൽ ആരും തന്നെ ഉണ്ടായിട്ടില്ല. മുമ്പത്തെ ഒരു അപേക്ഷിച്ചിട്ട് ആൾക്കാർ നല്ലോണം കുറവാണ് കേട്ടോ. അകത്തേക്ക് കയറിയിട്ടാകുമ്പോൾ തന്നെ ഒന്നുമില്ല. മുമ്പ് നമ്മൾ ദിക്കിലെല്ലാം ഇങ്ങനെ പെട്ടിട്ട് കൃത്യമായിട്ട് നേരെ നമുക്ക് നടക്കേണ്ടി വന്നിട്ട് ആ ഒഴുക്കിൽ തന്നെ അങ്ങനെ അങ്ങോട്ടേക്ക് എത്തിന് കേട്ടോ. അങ്ങനെയായിരുന്നു. ഇതിപ്പോൾ അവിടെ ആയിട്ട് കുറച്ച് ആൾക്കാരിങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ. അകത്തേക്ക് പോകുന്തോറും സൗണ്ട് കൂടി വരുന്നുണ്ട്. പക്ഷെ ആൾക്കാരൊന്നും അധികം കാണുന്നില്ല. പിന്നെ എന്തായാലും ഫെസ്റ്റ് അല്ലേ, അതിൻ്റെ ഭാഗമായിട്ട് കുറച്ചൊക്കെ ആൾക്കാർ അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആരും കാണുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇനിയുടെ വീഡിയോസ് കിട്ടണമെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ഇതില്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ മുമ്പ് ഇവിടെ ബേക്കൽ ഫെസ്റ്റിന് വന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അധികം യൂട്യൂബിലും കാര്യങ്ങളിൽ കാണുന്നതല്ലേ ഇങ്ങനൊരു ഐസ്ക്രീം മാജിക് എന്ന് പറയുന്നത്. അപ്പോൾ അത് വേണമെന്ന് മുമ്പ് ഐസ്ക്രീമിനോടും ഇതല്ല കേട്ടോ. ഇടയ്ക്ക് അല്ലെങ്കിൽ തൊണ്ടവേദനയാണ് ഈ ഒരു അവരിങ്ങനെ ഒരു കളിക്കുമല്ലോ. കാരണം അതിനും ഇതാവണമെന്നുണ്ടെങ്കിൽ മുമ്പേ ഒരു ഇങ്ങനെ ഇതുണ്ടായിരുന്നു. കണ്ടുണ്ടായതായിരിക്കും. അങ്ങനെയാണ് കേട്ടോ ഞാനിത്. പക്ഷെ വല്ലാത്തൊരു ചെടിയായിപ്പോയി, വല്ലാത്ത കളിപ്പിക്കലായിപ്പോയിട്ടാ. നിങ്ങളുടെ ഒരു ലക്ഷറി വാഹനത്തിനായി 100 രൂപ 2015 മോഡൽ 2016 രജിസ്ട്രേഷൻ ടൊയോട്ട എറ്റിയോസ് സ്വന്തമാക്കാം. ഇത് നിങ്ങളുടെ കാലം, നിങ്ങളുടെ ഭാഗ്യം ഉൾപ്പെടുത്തി. സ്വന്തമാക്കി. നിങ്ങളാണ് ജേതാവ്. 2015 ടൊയോട്ട എറ്റിയോസ് കുറഞ്ഞ ദിനങ്ങൾ മാത്രമേ. പോയാലോ ഏതെങ്കിലും ഒരു സ്ഥലം ആദ്യം ഇതാക്ക്. അപ്പൊ ഞാനത് ഏതെങ്കിലും ഒരു സ്ഥലം ആദ്യം സെറ്റാക്കി എന്നിട്ട് നമുക്ക് അവിടെ ഇരുന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് വാങ്ങാന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞത്. പക്ഷെ ഏടെ എത്തിയിട്ട് ആടിരിക്കാന്ന് പറഞ്ഞ് പറയുന്നല്ലാണ്ട് നമ്മൾ ഏടി ഉറപ്പിക്കുന്നില്ല കേട്ടോ. ഒന്ന് ലാസ്റ്റ് നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്നു. അപ്പോൾ കുട്ടികൾക്കല്ല ചെറിയ ആൾക്ക് ഇഷ്ടം പാനിപ്പൂരിയാണ്. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അമ്മക്കിഷ്ടം കോളിഫ്ലവർ ഇല്ലേ, അത് ഫ്രൈ ചെയ്തില്ലേ, അതാണ് കേട്ടോ ഇഷ്ടം. വേണ്ട സ്പൂണിൻ്റെ ആവശ്യം. അപ്പോൾ അടുത്താക്കി ഇഷ്ടം ചേച്ചിയുടെ മൂത്തോട്ടിക്ക് ഏതായാലും കുഴപ്പമില്ല എന്നുള്ള മൈൻഡാണ്. ചേച്ചി പറഞ്ഞു മസാലപ്പൂരി വാങ്ങാമെന്ന്. ഞാൻ മോമോസ് വാങ്ങാമെന്ന് വിചാരിച്ചു.
എനിക്കതാണ് ഇഷ്ടം. പിന്നെ ഞാൻ അത് വാങ്ങിയിട്ടാട്ടോ ഈ ഐറ്റംസിൽ തന്നെ ഞാൻ ഒതുക്കി. പിന്നെ ഞാൻ വിചാരിച്ചു ലൈമാണ് കുടിക്കണം എന്ന് തോന്നി. അങ്ങനെ ഞാൻ ലൈം വാങ്ങിയിട്ടാണ് കേട്ടോ കുടിച്ചത്. ഞാനങ്ങനെ കാര്യമായിട്ടൊന്നും കഴിക്കാൻ വേണ്ടിയില്ല. കുറച്ചെല്ലാം കഴിച്ചിട്ടുണ്ട്. ഞാനൊരു ഫുഡി ആണല്ലോ, അതിനനുസരിച്ച് കഴിച്ചു. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ചായലും കുടിച്ചിട്ട് വന്നുകൊണ്ട് തന്നെ എൻ്റെ വയറ് ഫുള്ളാണ്. അപ്പോൾ പിന്നെ എനിക്കിങ്ങനെ വേണമെന്ന് തോന്നിയിട്ടാട്ടോ. ഇനി ഒരു സൈക്കിളിൽ കണ്ടു കേട്ടോ. ഇത് നമ്മൾ വലത് ഭാഗത്തേക്ക് തിരിക്കുന്ന സമയത്ത് അത് ഇടത് ഭാഗത്തേക്ക് പോകും, ഇടത് ഭാഗത്തേക്ക് തിരിക്കുന്നതൊക്കെ വലതാണ്. അപ്പോൾ നമ്മൾ റൈറ്റ് നമ്മളത് ഓടിച്ച് പോയാൽ നമുക്ക് 2000 ആണ് കേട്ടോ. അതിൽ പൈസ പോയതുകൊണ്ട് അങ്ങനെയാണ് സംഭവം. പ്രത്യേകത എന്ന് പറയുന്നത് ഇടത്തോട്ട് തിരിച്ചാൽ വലത്തോട്ടും വലത്തോട്ട് തിരിച്ചാൽ ഇടത്തോട്ട് പോകുന്ന ഒരു വല്ലാത്ത സൈക്കിൾ. ഈ സൈക്കിൾ കാസർഗോഡ് ആരാണ് ഇന്നിവിടെ 2000 രൂപ കൊണ്ടുപോകാൻ വേണ്ടി തുണിയിൽ നിന്നും വന്ന നസലാണ് സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. SSLC-യെക്കാളും വലിയ വെല്ലുവിളിയായിട്ട് നമ്മൾ ഈ ബ്രൈൻ സൈക്കിളിനെ എടുക്കൂ എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ബോഡിയും മൈൻഡും ഒരേപോലെ ഒരേ താളത്തിൽ കൊണ്ടുപോയി അത് കാലിലാക്കി പെഡലിലിട്ട് ചവിട്ടിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 2000 രൂപയാണ്. 2000 രൂപ. കൂടി നിന്നിരിക്കുന്ന ആൾക്കാർ പലരും സൈക്കിൾ ഓടിക്കാൻ അറിയുന്ന ആൾക്കാരായിരിക്കും. ഇത് എന്തിങ്ങനെ നമ്മളവിടുന്ന് വെറുതെ സമയം കളണ്ടായിട്ട് നേരെ നടന്നു. ഇവിടെ ബോഗൻവില്ല കണ്ടു. അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് ആ ഒരു മൂവിയാണ് കേട്ടോ ഓർമ്മ വന്നത്. ചാക്കോച്ചൻ്റെയും മറ്റേ പേരെന്താ ആ ഒരു മൂവിയാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത്. ഇങ്ങനെ സമയം കൂടുന്തോറും നമ്മൾ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളും വന്നു. അപ്പോൾ ലൈറ്റ് വരുമ്പോൾ നല്ല ഇതാണ് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. അപ്പോൾ സീ സൈഡ് പോയി നമ്മൾ. അപ്പോൾ പോകുന്ന സമയത്ത് അവിടെ പട്ടം പറത്തുന്നുണ്ടായിരുന്നു. ആ പട്ടം പറത്തുന്നത് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് കേട്ടോ, ആ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒട്ടകത്തിൻ്റെ മേലെ കയറണ്ടോ എന്നുള്ള ചിന്തയായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും ഫാമിലിയുടെ കൂടെ ഫസ്റ്റ് വരും, അത് കഴിഞ്ഞിട്ട് ഞാനും ഹസ്ബൻഡും മാത്രമായിട്ട് അങ്ങനെ പോകും. ഇന്ന് ഹസ്ബൻഡ് വരാൻ തന്നെയാണ്. അപ്പോഴത്തേക്ക് കുറച്ച് എന്തെല്ലോ തിരക്കായിപ്പോയി. അപ്പോൾ അങ്ങനെയാണ് വരാതിരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് ലാസ്റ്റ് ദിവസം ന്യൂ ഇയറിൻ്റെ ഡേയിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നോട് എക്സ്ട്രാ ടിക്കറ്റെല്ലാം എടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ടിക്കറ്റെല്ലാം നേരത്തെ എടുത്ത് സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് മാത്രമായിട്ട് പോകാൻ വേണ്ടിയിട്ട്. കുഞ്ഞു കയറട്ടല്ലോന്ന്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ വരുമ്പോൾ നമ്മൾ എന്തായാലും ഞാൻ ആ കടലിൽ കാണുന്നില്ലേ ആ ഒരു പാലം, അതിൽ കയറണം എന്ന് നോക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ കയറണം. പിന്നെ മേലെ നമ്മളിങ്ങനെ പോകുന്നില്ലേ ബെൽറ്റെല്ലാം ഇട്ടിട്ട്, അതിൽ പോകണമെന്ന് ഞാൻ പോവാത്ത സംഭവങ്ങൾ പോകണമെന്നുണ്ട്. അപ്പോൾ കുട്ടികളുണ്ടാകുമ്പോൾ എന്തായാലും നടക്കില്ല. പിന്നെ അമ്മയും ചേച്ചിയൊന്നും അങ്ങനെ അതിലൊന്നും കയറാൻ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ പോയാൽ അതെല്ലാം സാധിച്ചു തരും. അപ്പോൾ അതിലെല്ലാം കയറണം എന്നെല്ലാം മനസ്സിലിങ്ങനെ കണ്ടു വെച്ചിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ അവിടെ അങ്ങനെ പാട്ടെല്ലാം പാടാൻ തുടങ്ങിയിട്ട് ആ സ്റ്റേജ് ഷോയിൽ. അപ്പോൾ നമ്മൾ പോകാൻ നിൽക്കുന്ന സമയത്ത് പിള്ളേർക്ക് ഒരേ നിർബന്ധം ഈ വാർ മ്യൂസിയം കാണണമെന്ന്. അങ്ങനെ ഞാനും 2 കുട്ടികളും മാത്രം കയറി. അമ്മയും ചേച്ചി അവിടെ പുറത്തിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് കാണാനുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ വേറേതായിട്ട് കൊടുക്കാം. എല്ലാം കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് അത് ബോറടിപ്പിക്കും. അപ്പോൾ ഞാൻ വേറെ തന്നെ കൊടുക്കാം കേട്ടോ. പോകുന്ന വഴിയിൽ നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു വഴിയിൽ ഇങ്ങനെ കുറേ മനുഷ്യന്മാർ ഇങ്ങനെ വേഷം കെട്ടിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നല്ല എടുത്തു. അപ്പോൾ ഇതാ പുറത്തേക്ക് പോകാനുള്ള വഴി ഇതാണ്. അപ്പോൾ നമ്മൾ നീര് പോവാണ് കേട്ടോ. ടാറ്റ പറഞ്ഞ് പോവാണ്. പോകുന്ന വഴിയിൽ കുറേ ചന്തയും കാര്യങ്ങളെല്ലാം ഉണ്ട്. മുടിഞ്ഞ പ്രൈസാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് കിട്ടും. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.